നമസ്കാരം. ശരണം ശബരീശം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നും തെക്കേടത്തും എന്ന തിരുമേനി നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സുപരിചിതമായിരിക്കും. മാത്രമല്ല വളരെ വ്യക്തമായി നമ്മുടെ അനുഷ്ഠാന കാര്യങ്ങൾ, അതുപോലെ ആചാരങ്ങൾ, പൂജകൾ, അതുപോലെ ശബരിമലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന ഒരു സംസാര ശൈലി തന്നെ തിരുമേനിക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഭാഗ്യം. വീണ്ടും സ്വാഗതം. നമ്മൾ ആചാരങ്ങളെക്കുറിച്ച് ആണ് സംസാരിച്ചു വന്നത്. അതിലേക്കുള്ള ഈ ഷോഡശ ആചാരങ്ങൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ ജനനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാരംഭം അവന് വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. അതിന് മുൻപായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ഈ നൂലുകെട്ടുന്ന ചടങ്ങ് ചിലർക്ക്, അതുപോലെ തന്നെ ചോറൂണ്, അന്നപ്രാശനം, അതിൻ്റെ ഒരു ചടങ്ങ്, അതിന് ശേഷം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് വിദ്യാരംഭമാണ്. വിദ്യാരംഭ ചടങ്ങിനുള്ള പ്രത്യേകതകളൊന്ന് എല്ലാവർക്കും വേണ്ടി പ്രേക്ഷകർക്ക് പറഞ്ഞു. അതെ, നമ്മുടെ ഷോഡശക്രിയകൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ. നമുക്കറിയാം, നമുക്ക് ബ്രാഹ്മണ സമൂഹമാണ്. അപ്പോൾ അവരുടെ ആചാരങ്ങളൊന്നും മറ്റുള്ള എല്ലാവരും പാലിച്ചു വന്നിരുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ സാധാരണ പൊതുവായൊരു തത്വത്തിലെടുത്താൽ ഒരു ഹിന്ദു വിശ്വാസിക്ക് അതിപ്രാധാന്യമായ ഒരു ചടങ്ങാണ് വിദ്യാരംഭം. അവനെ അകക്കണ്ണ് തുറപ്പിക്കുക, അല്ലെങ്കിൽ അവൻ അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് അവനൊരു തുടക്കം കുറിക്കുന്നതാണ് വിദ്യാരംഭം. അത് ഏതെങ്കിലും സാധ്യമായ ദിവസത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഉത്തമം. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, അതെല്ലാം ഗണിച്ച് അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി എടുക്കുന്നതിനേക്കാൾ ഉപരി ഏറ്റവും പ്രാധാന്യവും എളുപ്പവും നവരാത്രി കാലത്ത് വിജയദശമി ദിനത്തിലാണ്. അതിന് വിദ്യാരംഭത്തിന് ഏറ്റവും അർഹിക്കപ്പെട്ട ദിനം. ആ വിജയദശമി ദിനത്തിന് ഏതെങ്കിലും നമ്മൾ വിശ്വസിക്കപ്പെടുന്ന നല്ലൊരു ആചാര്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഗുരുമുഖത്ത് ചെന്ന് അവരുടെ കൈകൊണ്ട് ആ കുഞ്ഞിനെ വിദ്യ ആരംഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. വിദ്യയിൽ പ്രണവമന്ത്രപുരിതമായിട്ട് ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾ ശുദ്ധമായ നെല്ലരിയിൽ എഴുതിക്കുന്നു ആദ്യം. അതെ, മലയാളത്തിൻ്റെ ആദ്യ അക്ഷരം. അതെ. അത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഗുരുപദേശം അനുസരിച്ചുള്ള ചടങ്ങുകൾ അവന് ആ കുട്ടിക്ക് നൽകി സ്വർണം കൊണ്ട് അവൻ്റെ നാവിൽ ആ പൂർണ്ണത വരുത്തി അവർ മഹാലക്ഷ്മി അല്ലെങ്കിൽ സരസ്വതി മന്ത്രം നാവിൽ എഴുതി കഴിയുമ്പോഴാണ് ആ ചടങ്ങ് പൂർത്തീകരിക്കുക. ഇത് ശരിക്കും അതിന് പ്രായമുണ്ട്. ഇപ്പോൾ 6 വയസ്സിനുള്ളിൽ, അല്ല 3 വയസ്സിനുള്ളിൽ, 6 മാസത്തിനുള്ളിൽ, 3-ാമത്തെ വയസ്സിൽ വിദ്യാരംഭം. ശരിക്കും ഈ വിദ്യാരംഭ ചടങ്ങ് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഇതുപോലെ ബ്രാഹ്മണർക്കുള്ള ചടങ്ങിൽ ഉപനയനത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഒരുപക്ഷെ ജ്യോതിഷികളുടെ ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ ഏറ്റവും വിഷമം പിടിച്ച മുഹൂർത്തം എടുക്കേണ്ടത് അതിനാണ്. 3 പേരുടെ കർത്തൃദോഷം എടുക്കണം. അതായത് ആചാര്യൻ്റെ കർത്തൃദോഷം, ഈ പിതാവിൻ്റെ കർത്തൃദോഷം, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കർത്തൃദോഷം. ഇപ്പോൾ വളരെ വളരെ ചുരുക്കം കിട്ടുന്ന മുഹൂർത്തങ്ങളേ ഉള്ളൂ. ഊണാളായിരിക്കണം, സാധ്യാ ദിവസമായിരിക്കണം. അതെ, അതിനെല്ലാം ഉപരി ഒരു പ്രതിഷ്ഠാമുഹൂർത്തത്തിനും അപ്പുറത്ത് ഉത്തരായന കാലമായിരിക്കണം. അതെ, അതിനെല്ലാം ഉള്ള ഇതായിരിക്കും. ഇപ്പോൾ കാലത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് 2 കാലം നമ്മൾ ഉണ്ട്. 2 കാലം സൂര്യൻ്റെ അയനം അനുസരിച്ചിട്ടുള്ള 2 കാലം. ഒന്ന് ഇപ്പോൾ മകരത്തിൽ തുടങ്ങുന്ന ഉത്തരായനം, കർക്കിടകത്തിൽ അവസാനിക്കുന്നു. അതിനുശേഷം കർക്കിടകത്തിൽ ആരംഭിച്ച് തിരിച്ച് മകരത്തിൽ അവസാനിക്കുന്ന ദക്ഷിണായനം. ഉത്തരായനം ദേവകാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലം. അടുത്തത് തിരിച്ച് കർക്കിടകം തൊട്ടുള്ള മകരം വരെയുള്ള ദക്ഷിണായന കാലം. അതിനകത്ത് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതിഷ്ഠ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദേവകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അവിടെ നിഷേധം കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഉത്തരായനം ദക്ഷിണായനം തമ്മിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ? അതെ, ഒന്ന് അലിഖിതമായൊരു സങ്കല്പമുണ്ട്. ഒരു വർഷത്തിൽ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത്
മർത്യലോകത്തെ ഒരു വത്സരം എന്ന് പറയുന്നത് ദേവലോകത്തെ ഒരു ദിനമായും, ആ ഒരു ദിനത്തിൽ ഒരു പകലായിട്ട് ഉത്തരായനത്തെയും ഒരു രാത്രിയായിട്ട് ദക്ഷിണായനത്തെയും കൽപ്പിക്കുന്നു എന്നൊരു വിശ്വാസം. അതെങ്ങും ലിഖിതമല്ല, എങ്ങും പ്രമാണങ്ങളുമില്ല. ഇതൊരു വാഴ്മൊഴിയാറുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഉത്തരായന കാലത്ത് പകൽ സമയത്ത് ദേവൻ്റെ ആ ദേവസങ്കല്പത്തിൽ ചെയ്യുമ്പോൾ കർമ്മപുഷ്ടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, പകലാണ് എന്നുള്ളൊരു വിശ്വാസം. അതാണ് ഉത്തരായനത്തിന് പ്രാധാന്യമായി നമ്മൾ വിശ്വസിച്ചു വരുന്നത്. ദക്ഷിണായനത്തിന് അത്രത്തോളമല്ല. പക്ഷേ എങ്കിലും പ്രതിഷ്ഠാദി കർമ്മങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒഴിച്ചാൽ മറ്റുള്ള ചടങ്ങുകൾക്കൊന്നും നിഷിദ്ധമല്ല. കാരണം അഷ്ടബന്ധകലശം, ഈ പറഞ്ഞ പോലെ അന്നപ്രാശനം, പിന്നെ വിദ്യാരംഭം, ദേവന് പ്രാധാന്യമുള്ള പ്രതിഷ്ഠാദി കർമ്മങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉത്തരായനത്തിലാണ്. അങ്ങനെ ഉത്തരായനത്തിൽ പ്രതിഷ്ഠാദി കർമ്മങ്ങളൊന്നും നടത്തി വന്നതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷമുള്ള ക്ഷേത്രങ്ങളിൽ ഈ ഉത്സവകാലങ്ങളും ഉത്തരായന കാലത്തും 6 മാസം ഉത്സവങ്ങൾ നടക്കുന്ന അനവധി ക്ഷേത്രങ്ങൾ നമുക്കറിയാം ദക്ഷിണായന കാലത്തുണ്ട്. ദക്ഷിണായന കാലത്ത് ഉത്സവം ധാരാളം ക്ഷേത്രങ്ങൾ നടക്കാറുണ്ട്. ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു പ്രതിഷ്ഠാകർമ്മമായിട്ട് ബന്ധമില്ല. പ്രതിഷ്ഠാകർമ്മങ്ങൾക്കനുസൃതമായി അതിനോട് ചേർന്ന് ഉത്സവങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഉത്തരായന കാലത്തേക്ക് മാറ്റിയിട്ടുള്ളത്. മഹാക്ഷേത്രങ്ങളായിട്ട് നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം, ഹരിപ്പാട്, അതേപോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ഈ ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ദക്ഷിണായന കാലത്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉത്തരായന കാലത്ത് ദേവപ്രതിഷ്ഠാദി കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആചരിക്കപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഇതിന് മനസ്സിലാക്കേണ്ടത് മകരമാസം മുതൽ മിഥുനമാസം വരെ ഉത്തരായന കാലവും കർക്കിടക മാസം മുതൽ ധനുമാസം വരെ ദക്ഷിണായന കാലവുമാണ് ആചരിക്കപ്പെടുന്നത്. ഈ 6 മാസങ്ങളുടെ വ്യത്യാസം. ഇവിടെ അതുപോലെ തന്നെ ചില നമ്മൾ ഈ ആചരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊന്നാണ് വിഷു, ഇല്ലേ? 2 വിഷു ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒന്ന് മേടമാസത്തിലെ വിഷുവും അതുപോലെ തന്നെ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തുലാമാസ വിഷു. വിഷുവിൻ്റെ പ്രാധാന്യം കൂടി. വിഷുവിന് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ മേടമാസത്തിലെ വിഷുവിനാണ് പ്രാധാന്യം കൂടുതൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ തുലാമാസ വിഷു ആചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം മേടമാസത്തിലെ വിഷുവിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ജ്യോതിഷ വർഷം തുടങ്ങുന്നത് മേടം 1-നാണ്. അതെ, മേടം രാശി മുതൽ ആരംഭിക്കപ്പെടുന്നതുകൊണ്ട് മേടം 1-ന് ജ്യോതിഷ വർഷം സമാരംഭിക്കുന്നതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങുന്നു. ആണ്ട് പിറപ്പ് 1-ാം തീയതി ജ്യോതിഷ വർഷത്തിൽ നോക്കുന്നു. കാർഷിക അതെ. അതുകൊണ്ടാണ് മേടമാസത്തിലെ 1-ആണ് നമ്മൾ സാധാരണ മേടമാസം 1 മേടത്തിലെ സംക്രമം. അതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ചില വർഷങ്ങളിൽ വിഷു സംക്രമം എന്നാണ് പറയാം. അതുകൊണ്ടാണ് ആ മേടമാസത്തിലെ വിഷുവിന് എത്രത്തോളം പ്രാധാന്യം. തുലാമാസത്തിലെ വിഷു ചില ദേശങ്ങളിലുള്ള ആചരണങ്ങൾ, ചില കാര്യങ്ങൾക്കുള്ള ആചരണങ്ങൾ മാത്രമേ പതിവുള്ളൂ. ഇപ്പോൾ മേടത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മേടത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ജ്യോതിഷവിധി പ്രകാരം തന്നെ കൽപ്പിക്കുന്നുണ്ട്. സൂര്യൻ ഏറ്റവും പ്രബലനാകുന്ന അല്ലെങ്കിൽ സൂര്യൻ ഏറ്റവും ഉച്ചമായിരിക്കും ഒരു മാസം കൂടി ആയതുകൊണ്ടായിരിക്കാം ജ്യോതിഷ വിധി പ്രകാരം അവിടുന്ന് കൂട്ടുന്നത്. പക്ഷേ മേടൻ രാശി 1-ാമത്തെ രാശി എന്നുള്ളൊരു തീർച്ചയായിട്ടുണ്ടല്ലോ. അതെ, മേടൻ രാശി 1 രാശിചക്രത്തിലെ ആദ്യത്തെ രാശി മേടൻ രാശി. അങ്ങനെ കൂട്ടുന്നത് കൊണ്ടും മേടൻ രാശിക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് മേടമാസം 1 അല്ലെങ്കിൽ മേടമാസത്തിലെ സംക്രമം മുതൽ നമ്മൾ ഈ ജ്യോതിഷ വർഷമായി ആചരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ആരാധനാ ക്രിയയിൽ വരാം. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മിക്കവാറുമുള്ള എല്ലാ സ്ഥലത്തും ആചരിക്കപ്പെടുന്ന ഒന്നാണ്, എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ വിഘ്നേശ്വരന് പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തണം. ഇതിന് പ്രത്യേക സമയമുണ്ടോ തിരുമേനി? ഗണപതി ഹോമത്തിന് പ്രത്യേകിച്ച് സമയമില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇത് പലർക്കും ഉള്ള സംശയം. കാരണം സാധാരണഗതിയിൽ ഏതോ ഒരു കർമ്മത്തിൻ്റെയും തുടക്കം എന്നുള്ളത് ഗണപതി സങ്കല്പം. അത് ഗണപതി പൂജയാവാം, ഗണപതിയെ സങ്കല്പിയാവാം, ഗണപതി ഹോമമാകാം. അതിൽ ഈ പൂജയിൽ അതെ ആ ഗണപതിയെ ആദ്യമായി നമ്മൾ സങ്കല്പിക്കപ്പെടുമ്പോൾ ഏത് തരത്തിലാണെങ്കിലും അതിന് സാധാരണഗതിയിൽ പുതിയൊരു സംരംഭമാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഗണപതി ഹോമം പതിവുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊരു കർമ്മത്തിൻ്റെയും തുടക്കത്തിൽ ഗണപതി ഹോമത്തിന് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഒരു ദിനം തുടങ്ങുന്നത് തന്നെ പ്രഭാതത്തിലാണ്. അതുകൊണ്ട് പരമാവധി പ്രഭാതത്തിൽ ഗണപതി ഹോമം നടത്തുക എന്നുള്ളതാണ് അതിന് സവിശേഷത. ഗണപതി ഹോമം തന്നെ പലതരത്തിലുണ്ട്. അങ്ങനെ പല ആചരണത്തിൽ നടത്തുമ്പോൾ
തമോ ഗുണപ്രധാനമോ രജോ ഗുണപ്രധാനമായി നടത്തപ്പെടുന്ന ഗണപതി ഹോമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചെങ്കണപതി ഹോമം. അങ്ങനെയുള്ള ഗണപതി ഹോമത്തെ രാത്രിയിൽ ഏതെങ്കിലും യാമങ്ങളിലാണ് അത് നടത്തേണ്ടത്. അതുകൊണ്ട് ഗണപതി ഹോമത്തിന് പൊതുവായിട്ട് ഇത്ര മണിക്ക് നടത്തണം എന്നൊരു വിധിവിധാനമില്ല. വിശിഷ്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗണപതി ഹോമം സാധാരണഗതിയിൽ ഒരു ദിനത്തിൻ്റെ ആദ്യം നടത്തുക, ആരംഭത്തിൽ. അതെ, ആ ആരംഭത്തിൽ നടത്തപ്പെടുന്ന വിഷയമായതുകൊണ്ട് പരമാവധി ഉദയത്തിന് മുമ്പ് ഗണപതി ഹോമം സമാരംഭിക്കുക എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അല്ല, അതുകൊണ്ടാണത് അങ്ങനെ നടക്കുന്നത്. അല്ലാതെ യാതൊരു വിധിയുമില്ല. ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് അത് നടത്തുന്നു. കാരണം നമുക്കൊരു പ്രഭാതത്തിൽ, നമ്മുടെ ഒരു ദിനം തുടങ്ങുന്ന പ്രഭാതത്തിലാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് പ്രഭാതം ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിച്ചിരിക്കണം. സ്നാനവും ജപവും സന്ധ്യാവന്ദനാദികളെല്ലാം ഉദയത്തിന് മുമ്പ് കഴിഞ്ഞിരിക്കണം. അതല്ലാതെ കാലത്തെ 10 മണിക്ക് എണീറ്റിട്ടല്ല നമ്മുടെ ഒരു ദിനം തുടങ്ങുന്നത്. അതെ അതെ അതെ. അത് ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും ആരെങ്കിലും സംഭവിച്ചുറങ്ങി പോകുന്നതാണ്. അങ്ങനെ ഒരു ദിനത്തിൻ്റെ തുടക്കത്തിൽ വിഘ്നേശ്വര പ്രീതിയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉദയത്തിന് മുമ്പ് തന്നെ അത് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊതു വിശ്വാസം. അതുപോലെ തിരുമേനി ഗണപതിയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഗണപതിയെപ്പറ്റി ഒരു സംശയം കൂടി. ഈ ചില ഗ്രന്ഥങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 32 ഭാവത്തിലുള്ള ഗണപതിയുണ്ട്. അങ്ങ് അതിനോട് അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞ പല ഗ്രന്ഥങ്ങളിലും പല ഭാവത്തിലുള്ള ഗണപതിയെ സങ്കല്പിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സങ്കല്പത്തിലാണ് എന്നുള്ളത് എങ്ങും അധികം പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം തന്നെ. പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ 2-3 ഭാവത്തിൽ ഗണപതിയെ ആചരിക്കും. അല്ല, ചില ക്ഷേത്രങ്ങളിൽ അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ 2 അല്ലെങ്കിൽ 1-ൽ കൂടുതൽ ഗണപതിയെ കണ്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആചരണത്തിലൂടെ വിവിധ സങ്കല്പങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് വിവിധ ഉപാധികളിൽ ആചരിച്ചു പോന്നിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ ഉപാധികളിൽ നിന്ന് അത് നിഷേധിക്കപ്പെടാനോ ആ ഉപാധികൾ ഉപേക്ഷിക്കപ്പെടാനോ അത് ത്യജിക്കപ്പെടാനോ സാധ്യതയോ സാഹചര്യമോ അനുവാദമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ 2-3 ഒക്കെ ഈ അവസാനം പറഞ്ഞതിനാണ് ഏറ്റവും പ്രസക്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബിംബത്യാഗം അല്ലെങ്കിൽ ആ ത്യജിക്കുന്ന ആ രീതി സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചിലപ്പോൾ 2-3 ക്ഷേത്രങ്ങളിലോ 2-3 സങ്കല്പങ്ങളിലോ 2-3 ആരാധനാ കേന്ദ്രങ്ങളിലോ, ഉദാഹരണത്തിന് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ വേറൊരു ഗണപതിയുണ്ട്. അതെ അതെ. എന്നതുപോലെ ഒരു പക്ഷേ പൂർവാചാരമായി എവിടെയെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടാവും. ആ ആചരണത്തിന് വ്യതിചരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ളതായ 1-ൽ കൂടുതൽ ഗണപതിയെ വെച്ച് ആചരിക്കപ്പെടേണ്ടതായ സന്ദർഭം വരുന്നത്. അതുപോലെ തന്നെ ഇനി ഈ ഗണപതി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അല്ലെങ്കിൽ ദ്വിത്വം ഉള്ളത് ശിവസങ്കല്പങ്ങളിലാണ്. അതെ. ഇപ്പോൾ അങ്ങയുടെ അമ്പലങ്ങളിൽ തന്നെ ഇപ്പം ഒരിടത്ത് തമ്പുരാൻ എന്ന് ആചരിക്കപ്പെടുന്ന ഒരു ശിവനുണ്ടാവും, മറ്റിടത്ത് സാക്ഷാൽ മഹാദേവനുണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അറിയാം, ശരിക്കും ശൈവാരാധനയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സാക്ഷാൽ ശ്രീ മഹാദേവൻ. മഹാദേവനെ ശിവലിംഗ സങ്കല്പത്തിൽ ശിവലിംഗമായിട്ട് വെച്ച് ആചരിച്ച് സാക്ഷാൽ മഹാദേവനാണ്. ആ മഹാദേവനെ തന്നെ കാലദേശങ്ങൾക്കനുസൃതമായി പല ഭാവത്തിലും പല രൂപത്തിലും ആചരിച്ചു വന്നു. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം. നമ്മുടെ ഈ തിരുവിതാംകൂറിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം പ്രദേശങ്ങളിലെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആചരണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മാടൻ സമ്പ്രദായം, ഭൈരവൻ സമ്പ്രദായം, ഇങ്ങനെ പല സങ്കല്പത്തിലും ഇവിടെ ആചരിക്കപ്പെടുന്നുണ്ട്. ഇതേ ആചരണങ്ങൾ കുറച്ചുകൂടി വടക്കോട്ട് നീങ്ങുമ്പോഴത്തേക്കും ആയിരവല്ലി എന്നുള്ള സങ്കല്പമായി മാറുന്നു. കുറച്ചുകൂടെ വടക്കോട്ട് ചെല്ലുമ്പോൾ അത് ഖണ്ഡാകരൻ എന്ന സങ്കല്പമായി മാറുന്നു. അവിടുന്ന് കുറച്ചുകൂടെ വടക്കോട്ട് ചെല്ലുമ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിൽ ആചരണമാകും. അങ്ങനെ വടക്ക് ചെല്ലുമ്പോൾ മുത്തപ്പൻ എന്നുള്ള സങ്കല്പത്തിൽ വരെ ഈ ശൈവ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ശൈവ സങ്കല്പത്തെ ആചരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാ ആചരണങ്ങളും പല ദേശങ്ങൾക്കനുസൃതമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സങ്കല്പത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ സങ്കല്പത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ മഹാദേവൻ തന്നെ, ശൈവഭാവം. ആ ശൈവഭാവത്തെ പല രീതിയിൽ കിരാതമൂർത്തിയായും തൽപുരുഷമൂർത്തിയായും മാടൻ മൂർത്തിയായും ഭൈരവമൂർത്തിയായും മൃത്യുഞ്ജയനായും അതെ, ഈ പല രൂപത്തിലും ഭാവത്തിലും ആചരിക്കപ്പെടുന്നു. അത് ദേശാചാരങ്ങളാണ്. പക്ഷേ എന്ത് തന്നെ ആചരിച്ചാലും അതിനെല്ലാം പ്രാധാന്യം സാക്ഷാൽ പഞ്ചാക്ഷരമൂർത്തിയായ മഹാദേവനാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ പല കുടുംബക്ഷേത്രങ്ങളിൽ തിരിച്ചത് പരിണമിച്ച് ക്ഷേത്രങ്ങളായി മാറിയപ്പോൾ ഈ തമ്പുരാനെ അവരൊക്കെ ശിവസങ്കല്പത്തിലേക്ക് മാറ്റിയതായി കാണുന്നു. പക്ഷേ തമ്പുരാൻ്റെ ആചാര രീതി മറ്റൊരു തരത്തിലാണ്. ശിവൻ്റെ ആചാരരീതി ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുന്നതിൽ അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും രണ്ടും രണ്ടായി തന്നെ ആചരിക്കണം. കാര്യം തക്കതി പൂർവാചാരമായി നമ്മുടെ കളരി സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സമ്പ്രദായത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ അവിടെ ഭൈരവമൂർത്തിയാണെങ്കിലും തമ്പുരാൻ മൂർത്തിയാണെങ്കിലും മാടൻ തമ്പുരാൻ മൂർത്തിയാണെങ്കിലും എങ്ങനെ ഉണ്ടെങ്കിലും അതിനെ തന്നെ ആചരിച്ചു പോരുക, അതാണ് എൻ്റെ യുക്തി. നമ്മൾ അതിനെ ശിവനായിട്ട് പരിണമിക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ
പൂർവ്വ സമ്പ്രദായങ്ങളും പൂർവ്വ ആചാരങ്ങളും പലതും ത്യജിക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ അറിയാം പൂർവ്വ സമ്പ്രദായത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നും തന്നെ കർമ്മഫലം ഒരുപക്ഷെ അനുകൂലമാകണമെന്നില്ല. അല്ല, പലതും പിന്നെ ദോഷങ്ങൾ കാണാറുണ്ട്. മാടന്തമ്പുരാനായിട്ടുള്ളത് മാടന്തമ്പുരാനായിട്ട് ആചരിക്കുക. നമുക്കറിയാമല്ലോ, സാക്ഷാത് ശ്രീ മഹാദേവൻ്റെ ഒരു ഭാവമായിട്ട് നമ്മളെ പൂർവികർ ആചരിച്ചു പോകുന്നു. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലോ പ്രത്യേകമായ അനുഷ്ഠാനത്തിലൂടെ അവർ മാടൻ എന്നുള്ള സമ്പ്രദായത്തിൽ, മാടന്തമ്പുരാൻ എന്നുള്ള സമ്പ്രദായത്തിൽ ആചരിച്ചു പോകുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ ആചരിക്കുന്നതാണ്. പിന്നെ താന്ത്രിക വിധാനം അനുസരിച്ച് പ്രതിഷ്ഠകളൊക്കെ നടത്തുമ്പോൾ ഈ മാടൻ സമ്പ്രദായം എല്ലാം ശൈവ ആചാരത്തിലാണ് അതിൻ്റെ പഞ്ചതത്വാദി കർമ്മങ്ങളും മറ്റുള്ളതായ താന്ത്രികത്തിൽ ആന്തരികമായ ചില സങ്കല്പങ്ങളും എല്ലാം ചെയ്യുന്നത് സാക്ഷാൽ ശിവൻ്റെ ആചരണങ്ങളാണ്. പക്ഷേ മൂലമന്ത്രായ സങ്കല്പങ്ങൾ മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ അപ്പോഴും പൂർവാചാരത്തിന് യാതൊരു വ്യത്യാസം അറിയാം. ഇപ്പം മാടൻ തമ്പുരാനെ പടറ്റിപ്പഴത്തിൽ പടുക്കയിടുക, അല്ലെങ്കിൽ മാടൻ തമ്പുരാന് മാടൻ തടി സമർപ്പിക്കുക, അല്ലെങ്കിൽ മാടന് പലഹാരങ്ങൾക്ക് നിവേദ്യ പ്രാധാന്യം കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെല്ലാം അതൊക്കെ ഇന്നും പാലിക്കപ്പെടണം. കാര്യം പണ്ടുള്ളവർ ചെയ്തതെന്ത് അത് തന്നെ തുടർന്നിടണം, എങ്കിലേ അതിന് പ്രസക്തിയുള്ളൂ. അല്ല, അതിനെ നമുക്ക് വ്യത്യാസം വരുത്തുന്നത് താന്ത്രിക പ്രാധാന്യം അനുസരിച്ച് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ആ താന്ത്രിക ആചരണത്തിൽ മാത്രമേ വ്യത്യാസം വരും. ബാക്കി സങ്കല്പങ്ങളെല്ലാം ഒരു വ്യത്യാസമില്ലാതെ തുടരണം. അതാണ് യുക്തി. ഇനി നമ്മൾ വളരെ വിശ്വാസപൂർവ്വമായി ഇപ്പോഴും നടത്തി വരുന്ന ഒരു രീതിയാണ് കളമെഴുത്ത് പാട്ടും. അതുപോലെ തന്നെ ഈ കോമരങ്ങൾ കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരെ വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം ഒക്കെ ആ രീതിയിലുള്ള പൂജ. ഇപ്പോൾ കളമെഴുത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മണ്ഡലമാസം ആദ്യം മുതൽ ചില ക്ഷേത്രങ്ങളിൽ കളമെഴുതി പ്രത്യേക പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഒട്ടനവധി ഇന്ന് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ പാട്ടുത്സവം, അതായത് കളമെഴുത്തിൻ്റെ അവസാനം പാട്ടുപാടി അത് ഉത്സവമായി നടത്തുന്ന കോമരത്തിൻ്റെ കൂടി അല്ലെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ കൂടിയുള്ള നേതൃത്വത്തിൽ നടത്തുന്ന ആചാരങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം. അത് ഓരോ നാട്ടിലെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ വൈവിധ്യങ്ങളായ സങ്കല്പങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിൽക്കുക. അപ്പോൾ സാധാരണഗതി കളമെഴുത്തും പാട്ട് എന്ന് പറയുന്നത്, കളമെഴുതി നമ്മൾ ഏത് സ്വരൂപത്തെയാണോ നമ്മൾ സങ്കല്പിക്കപ്പെടുന്നത് ആ സങ്കല്പത്തെ മുഴുവൻ, അല്ലെങ്കിൽ ആ ദേവസ്വരൂപത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് പഞ്ചവർണ്ണപ്പൊടിയിൽ നിർമ്മിതമായ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് 5 കളറിലുള്ള പൊടി കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ദർശിക്കപ്പെടുന്ന ആ മൂർത്തി ഭാവങ്ങൾ തറയിൽ വരയ്ക്കുന്നു. അതാണ് കളമെഴുത്തും പാട്ട്. അത് പ്രത്യേകമായി പരിശീലിക്കപ്പെട്ടുള്ള അതിനുള്ള പാട്ടാശാന്മാരോ ഒക്കെ ഉണ്ട്, അവരാണ് വരയ്ക്കുക. അത് പൂർണ്ണമായി വരച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ആ വരച്ചിരിക്കുന്ന മൂർത്തിയെ സങ്കല്പിച്ച് കൂടുതലായി കണ്ടുവരുന്നത് ദേവീ പ്രാധാന്യമായിട്ടാണ്, വിശിഷ്യ ഭദ്രകാളി പ്രാധാന്യമായിട്ടാണ് അത് കാണാറ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ശാസ്താവിനുമൊക്കെ ഈ കളമെഴുത്തും പാട്ടും നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അത് വളരെ കുറവാണ്, കൂടുതൽ ഭദ്രകാളിക്കാണ്. അപ്പോൾ ഭദ്രകാളിക്ക് ആ പൂർണ്ണമായിട്ട് നമുക്കറിയാം, ഭദ്രകാളി ധ്യാനത്തിലും സങ്കല്പത്തിലുമെല്ലാം ധാരാളം കൈകളും ധാരാളം ആയുധങ്ങളും ഒക്കെ നമുക്ക് നിഷ്കർഷിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും ബിംബത്തിലോ മറ്റുള്ള ഉപാധികളിലോ നമുക്ക് ദർശിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പറഞ്ഞിട്ടുള്ളതായ ആ ഉപാധികൾ കാണിക്കാൻ സാധിക്കാത്ത ആ സങ്കല്പങ്ങളെ പൂർണ്ണമായിട്ട് ഈ കളത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ആ കളത്തിൽ ഇങ്ങനെ ഭദ്രകാളി സങ്കല്പമാണെങ്കിൽ ആ കലകൾ കാണിച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ സങ്കല്പങ്ങളും ആ രൗദ്രഭാവങ്ങളെ പൂർണ്ണമായി ആ കളത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ കളത്തിന് പൂജ കഴിച്ച് ആ പൂജയുടെ അവസാനത്തിങ്കൽ ഒന്നുകിൽ പൂജ പൂർത്തിയാക്കുമ്പോൾ ആ പൂജ കഴിക്കുന്ന ആചാര്യൻ അത് കളം അഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ കോമരതുല്യരായിട്ട് ഒരുപക്ഷെ ആവേശം കൊണ്ട് അങ്ങനെ അഴിക്കുന്നു. അത് ഓരോ ദേശത്ത് കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയം, മധ്യ തിരുവിതാംകൂറിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, തീയാട്ട്. നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ അനവധി 32 64 കൈകളാൽ അലങ്കൃതമായിരിക്കുന്ന ആയുധങ്ങളോടുകൂടി നിൽക്കുന്ന ആ സങ്കല്പത്തെ പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റില്ലെങ്കിലും അവരുടെ കയ്യിലുള്ള 2 കൈ കൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ ദേവിയുടെ അതേ വേഷം കെട്ടുന്നു. ആ വേഷം കെട്ടി അദ്ദേഹം ഈ പാട്ടിനൊപ്പം തന്നെ പ്രത്യേകം ചുവടുകളോടുകൂടി നൃത്തം ചെയ്ത് ആ നൃത്താവസാനത്തിങ്കൽ ഈ കളമഴിക്കുന്നു. അങ്ങനൊരു രീതിയുണ്ട്. അതിനെ തീയാട്ട് എന്നാണ് പറയുക. അത് കേരളത്തിൽ ഇന്നൊരു പക്ഷേ അന്യം നിന്ന് വരുന്ന ഒരു അനുഷ്ഠാന കലയാണ്, അനുഷ്ഠാന സങ്കല്പമാണ് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോഴും അന്യം നിന്ന് പോയ ഒരു സാധനമുണ്ട്, പടയണി. പക്ഷേ ഉത്തര കേരളത്തിൽ ഇന്നുമുണ്ട്. ഉത്തര കേരളത്തിലെ അതിന് പ്രാധാന്യമുള്ളൂ.
അല്ല, ഉത്തരകേരളത്തിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഉത്തരകേരളത്തിലെ ചടങ്ങിൽ പ്രധാനപ്പെട്ട ഒന്ന് പടയണിയാണ്. അപ്പോൾ ഇത് ശരിക്കും ക്ഷേത്രാചാരം അല്ലെങ്കിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെ വരുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഹൈന്ദവ ആചാര സംഹിതയിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആചാര സങ്കല്പങ്ങളിൽ ഇങ്ങനെയുള്ള അനുഷ്ഠാനം ഒരുപാടുണ്ടായിരുന്നു. അനുഷ്ഠാനങ്ങളോടനുബന്ധിച്ച് അനുഷ്ഠാന കലകൾ നിലനിന്നിരുന്നു. അത് നമ്മുടെ സാംസ്കാരിക എല്ലാ പൈതൃകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ ഉൾക്കൊള്ളാതെ നമ്മൾ പലതും മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് നമുക്കറിയാം, കലാലയങ്ങളിൽ പോലും ഒരു കാലത്ത് നമ്മൾ അവിടെ നടത്തിയിരുന്ന ഓട്ടംതുള്ളൽ ഇന്ന് അന്യം നിന്നിരിക്കുക. അതെ, നമ്മുടെ പൗരാണികമായിട്ടുള്ള പാഠകം, അതെ, പൗരാണികമായ സങ്കല്പം ഉൾക്കൊണ്ടിരുന്ന കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന പാഠകം പലതും നമുക്കറിയാം നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ ഭാഗമായിരുന്നു. അതെല്ലാം അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അത് പഠിക്കാനോ അത് പരിശീലിപ്പിക്കാനോ ആളില്ലാതെ വന്നതുകൊണ്ട് അതെല്ലാം ഇന്ന് ഹൈന്ദവ അനുഷ്ഠാന കലകളെല്ലാം അന്യം നിന്ന് പോയി എന്നുള്ളത് ഒരു വലിയ പല കൂത്തമ്പലങ്ങൾ ഒഴിഞ്ഞു കിടക്കും പല സങ്കല്പങ്ങളാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്, ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് ഭക്തിക്കപ്പുറത്ത് നമ്മുടെ സാംസ്കാരികമായ പൈതൃകങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ, അതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന നല്ല സന്ദേശങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായ പല ഉത്തമമായ പല കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആശയങ്ങൾ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനും കൈമാറാനുമുള്ളൊരു വേദി കൂടെയായിരുന്നു ക്ഷേത്രങ്ങൾ. പണ്ട് ക്ഷേത്രങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുത്തിരുന്നത്. തീർച്ചയായിട്ടും അന്ന് ക്ഷേത്രഭരണത്തോടൊപ്പം തന്നെയായിരുന്നു ദേശത്തെ ഭരിച്ചിരുന്നത്. അന്ന് ഇതെല്ലാം പ്രായോഗികമായിട്ട് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിന് അതിൻ്റേതായ ഒരു ധർമ്മമുണ്ടായിരുന്നു, ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം അന്യം നിന്നു. കൂത്തമ്പലങ്ങൾ ഇന്ന് വെറും ഒരു എന്താ പറയുക, ഒരു കാണാനുള്ള ഒരു കാഴ്ച വസ്തുവായി മാറുകയും നമ്മുടെ പാഠകം, കൂത്ത് അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ ഇതെല്ലാം ഒരു അന്യം നിന്നൊരു ഓർമ്മക്കുറിപ്പായി മാറുകയും ചെയ്തിരിക്കുന്നു. അതെല്ലാം വീണ്ടും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ഈ പൈതൃകം നിലനിന്ന് പോകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും പൈതൃകത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ഒരുപാട് സംസാരിക്കാനുണ്ട്. വരും എപ്പിസോഡുകളിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. വളരെയധികം നന്ദി. സ്വാമി വിവേകാനന്ദ.